ഏറ്റവും പേടിപ്പെടുത്തുന്ന ക്യാൻസർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അർബുദം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ്. പിന്നെ 35-ാമത്തെ വയസ്സിൽ തൻ്റെ 2 പറക്കമുറ്റാത്ത മക്കളെയുമായിട്ട് സ്വന്തം കാലിലേക്ക് നിൽക്കാനായിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ജീവിതം, കുട്ടികളെ നോക്കണം, ഒരു ജോലിക്ക് പോകണമെങ്കിലും കുട്ടികളെ ആര് നോക്കും, അപ്പോൾ ഈ അസുഖം വരുന്നു, മൊത്തത്തിൽ നമ്മളെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സിനിമാറ്റിക്കാണ് ഒരു സംഭവം. എങ്ങനെയായിരുന്നു അതിനെ അതിജീവിച്ചത്? ആദ്യം മോൻ്റെ 5.5 മാസത്തിലാണ് യൂട്രസിൽ ക്യാൻസറിന്റെ സാധ്യത കാണുന്നത്. അന്ന് എനിക്ക് 26 വയസ്സ്. അപ്പോൾ നമ്മൾ അതിന്റെ സാധ്യത കണ്ടു. ഡോക്ടർ പറഞ്ഞു അത് റിമൂവണമില്ലെങ്കിൽ മരണ കാരണമാണത്. അന്ന് ഇത്രയൊന്നുമില്ല. ഇത് ഞാൻ ഈ പറയുന്നത് 22 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പൊ അന്ന് എന്തുമാത്രം ഈ അസുഖത്തെ പേടിക്കുന്ന സമയം. ഇന്നിപ്പോ അതെല്ലാം മാറി. ഇപ്പൊ പേടിയില്ല, നമുക്ക് കരങ്ങൾ ഒരുപാടുണ്ട് ചേർത്ത് പിടിക്കാൻ. അവിടെ അതിനെ അതിജീവിച്ച് 5 മാസമെങ്കിലും 1 വയസ്സ് വരെയെങ്കിലും അവൻ്റെ ജീവിതം എത്തിപ്പെടുമെന്ന് ചിന്തിക്കുന്നിടത്ത് ഇന്ന് അവൻ 23 വയസ്സായി. അവിടെ നിന്ന് അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ യൂട്രസ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്നു, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നെ 2012-ലാണ് 2 ബ്രസ്റ്റിലും മാസെക്ടോമി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം വരുന്നത്. അപ്പോഴ് എൻ്റെ ഗ്രാൻഡ് മദറിന് ഈ ഡിസീസാണ്. വീട്ടിൽ പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും ഒത്തിരി മൾട്ടിപ്പിളായിട്ട് വന്നിട്ട് അമ്മച്ചി മരിക്കുന്നത്. അപ്പം നമ്മൾ വെല്ലൂർ CMCയിൽ അവിടെ പോയും അപ്പോൾ ഡോക്ടർ ആ സമയത്ത് എന്നോട് പറയുന്നത് ആഞ്ചലിന ജോളി റിമൂവ് ചെയ്തു, അതിനേക്കാളും വലുതാണോ എന്നൊക്കെയാണ് ഞാൻ അന്ന് കേൾക്കുന്ന കാര്യങ്ങൾ. സോ എനിക്കൊരു ബുദ്ധിമുട്ട് ഇന്ന് ഉണ്ടാവുമ്പോഴും ഞാൻ നോക്കി കാണുന്നത് എന്നെക്കാട്ടിലും പ്രശ്നമുള്ളവരെയാണ്. അവിടെയാണ് എനിക്ക് പറ്റുമെന്നുള്ള എൻ്റെ ഒരു ഇത് വരുന്നത്. അവിടെ ഞാൻ ഡോക്ടറെ അടുത്ത് ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ തയ്യാറെടുത്ത് വരികയാണ്. അവിടെ നമുക്ക് 2 വർഷക്കാലം അറിയാമല്ലോ, മാസെക്ടോമി ചെയ്യുമ്പോൾ 2 വർഷക്കാലം അവിടെ പുള്ളി വരാതിരിക്കുകയും നമ്മൾ ഈ സർജറി സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നില്ല. മാസെക്ടോമി ചെയ്യണമെന്ന് പറയുന്നു, നമ്മൾ അവിടെ അപ്പോൾ ചെയ്യാതെ. അപ്പോൾ പറഞ്ഞു എനിക്ക് ബിറാറ്റ്സ് ഉണ്ട്. അപ്പോൾ മെഡിസിൻസിലൂടെ നമുക്ക് ഇത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനാണ്. നേരത്തെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ടെൻഷനൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പ്രിവെൻറ്റീവാണ് നടക്കുന്നത്. അപ്പം ഞാൻ പിന്നെ ടോമോക്സിഫിൻ ഇതാവാതിരിക്കാനുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണു. പിന്നെ അതിൻ്റെ റെമഡീസ് നമ്മുടെ ഹെൽത്തിനെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോഴാണ് പുള്ളി പോകുന്നത് എന്നെ കൊണ്ടെത്തിക്കുന്നത് 6 മാസം കിംസ് ഹോസ്പിറ്റലിൻ്റെ സൈക്യാട്രിയിലാണ്, ഡോക്ടർ അഷറഫ് അലി സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ. എല്ലാം നഷ്ടപ്പെട്ട് 0-ത്തിലാണ് ഞങ്ങൾ 3 പേരും കൂടി തിരുവനന്തപുരത്ത് ഒറ്റയ്ക്കാവുന്നത്. വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ വീട്ടിലെ മമ്മി പറഞ്ഞല്ലോ, ഇൻഡിപെൻഡൻ്റ് അല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നമ്മൾ തന്നെ ജീവിച്ചേ പറ്റൂ. ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് പുള്ളി ഇട്ടിട്ട് പോയത്? പുള്ളി ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വീട്ടിൽ പോയി സർജറിക്കുള്ള തയ്യാറെടുപ്പിനൊക്കെ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞാൽ പോണത്. അത് വേറൊരു കാര്യമുണ്ട്. ഇനിയും വീണ്ടും സർജറി വരുന്നു, വീണ്ടും ഇതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ എന്ന് സമ്പാദിച്ചു തുടങ്ങും? ഈ പൈസ മുഴുവൻ പോകുമല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും വന്ന് ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും വേറെ എല്ലാം നമുക്ക് നഷ്ടപ്പെടുമല്ലോ. അപ്പോഴേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കാരണം ഇതങ്ങ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അത് പ്രിവെൻറ്റീവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളിക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാനും പിന്നെ വീട്ടുകാർ പറഞ്ഞു ഇനിയും സർജറിയും പ്രശ്നങ്ങളും എന്നും രോഗം അതിനെയൊന്നും അവർ വിചാരിച്ചില്ല ഞാൻ ഇത്രയും നാളൊന്നും ജീവിച്ചിരിക്കുന്നു, ഞാൻ ഇത്രയും ചേഞ്ചസ് ഉണ്ടാവുന്നു. ഞാൻ പറയുന്നത് ഏത് അസുഖമാണെങ്കിലും നമ്മളുടെ ചുറ്റുവട്ടം നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ ഭയങ്കര സ്ട്രോങ് ആക്കും. തീർച്ചയായിട്ടും. അതിപ്പോൾ ഹസ്ബൻഡ് ഇട്ടിട്ട് പോയതാണെങ്കിലോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും മരിച്ചു പോയതാണെങ്കിലോ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ മരിച്ചാൽ ഇവരെങ്ങനെ ഇത്ര സ്ട്രോങ് ആവുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും സുമി. ആ സാഹചര്യങ്ങൾ നമ്മളെ 2 രീതിയിൽ നമ്മളെ പഠിപ്പിക്കും. ഒന്നില്ലെങ്കിൽ പുള്ളി പോയതിൻ്റെ പുറകിൽ കരഞ്ഞ് നിലവിളിച്ച് ശപിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് നശിപ്പിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മക്കളോടൊപ്പം ജീവിക്കാൻ തുടങ്ങാം. മക്കളോടൊപ്പം നമുക്ക് മറ്റേത് നമുക്ക് എളുപ്പമാണ്. ഈ കരഞ്ഞ് നിലവിളിച്ചുമൊക്കെ പുള്ളിയും പഴി പറഞ്ഞ് ഇല്ലെങ്കിൽ അവിടെ പോയി പിന്നെ കേസിട്ട് കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ച് പിടിച്ച് അതിൻ്റെ പുറകെ നടന്നു. അതൊരു വേറെ ലോകമാണ്. അവിടെ ഞാൻ തിരഞ്ഞെടുത്തത് ഓക്കെ വരുന്നില്ലേ അവിടെ ഇരുന്നോ, എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യും. അവിടെ എനിക്ക് ലഭിച്ചിരുന്നേ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് തരുന്ന കുറച്ച് കാര്യങ്ങൾ. അതാണ് ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തത്. നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നമുക്ക് തരുന്ന കുറേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ബലപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എപ്പോഴും ഞാൻ പറയും, നിങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്വത്തോ സ്വർണമോ വേറെ ഒന്നും അല്ല ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ഒരു വിദ്യാഭ്യാസം. അവിടെ അവൻ തിരിച്ചറിവുണ്ടാവും, ആ തിരിച്ചറിവിൽ അവൻ മുന്നോട്ട് പോകും.
അവിടെ ഞാൻ 3000 രൂപയ്ക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയെ നോക്കാനായിട്ട് പട്ടത്ത്, പുള്ളിക്കാരിയാണ് UK അവരുടെ അവിടെ ജീവിതം തുടങ്ങുകയാണ്. പിന്നെ ഞാൻ നമ്മുടെ കോവളത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ഹോട്ടലിൽ, ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ ഗസ്റ്റ് റിലേഷൻ ഓഫീസറായിട്ട് കയറി. അറിയാവുന്ന ഒരു 10-12 ഭാഷ മാത്രം, പുറത്തൊക്കെ പോയിത്തരണം. അവിടെ നിന്ന് പിന്നെ നമ്മൾ വിചാരിക്കും ഈ 35, 36, 37 വയസ്സൊക്കെ കഴിഞ്ഞ് ഗസ്റ്റ് റിലേഷനിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ ബാക്ക് ഓഫീസിലോട്ട് പോകും, ശമ്പളമൊക്കെ നമുക്ക് കുറേ. അവിടെ ഞാൻ ചെയ്യുന്നത്, അവിടെ നിന്ന് 1 വർഷം ഹോസ്പിറ്റാലിറ്റിയുടെ എല്ലാ സെക്ടറും ഞാൻ ട്രെയിനറായിട്ട് നിൽക്കും അവിടെ, മാനേജ്മെൻറ്റിൻ്റെ ട്രെയിനിങ്. 1 വർഷം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് അടുത്ത 1 വർഷം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് മാനേജ്മെൻറ്റ് ട്രെയിനി പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തരൂ. തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല, ലോകത്തിൽ അറിയപ്പെടുന്ന 5 സ്റ്റാർ ഹോട്ടലാണത്, ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയത്. അപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറയുമ്പോൾ ആ ട്രെയിനിങ് സർട്ടിഫിക്കറ്റും കൊണ്ട് ഞാൻ കേരളത്തിനകത്തും പുറത്തുമായിട്ട് 10-17ഓളം ഹോസ്പിറ്റൽസിൽ, ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ട്രെയിനിങ് കൊടുക്കുന്നു. അങ്ങനെ ട്രെയിനറായിട്ട് വരുന്നു. ഇതിൻ്റെ ഇടയിൽ മക്കളെ പഠിപ്പിക്കുന്നു. മക്കളെ പഠിപ്പിക്കാൻ പൂജ്യമായിരുന്നു പറഞ്ഞല്ലോ, 4-5 ജോഡി ഡ്രസ്സ് മാത്രമേ കയ്യിലുള്ളൂ. ഈ കഴിഞ്ഞ 4 വർഷം മുമ്പ് കട തുടങ്ങിയപ്പോഴാണ് ഒരു ഡൈനിങ് ടേബിൾ പോലും വീട്ടിൽ വാങ്ങിച്ചിടുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിച്ച മക്കൾ ഒന്നുമില്ലായ്മയിലും വളരാൻ പഠിക്കും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഭയങ്കരമായിട്ട് മക്കളുടെ കടമകൾ തീർത്തു കൊടുക്കുന്ന ഒരമ്മയിൽ നമ്മൾ ഒരുമിച്ചാണ് വളർന്നത്. ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കി. മകൻ നമ്മുടെ ശാസ്തമംഗലത്ത് അമർന്ന് പറയുന്നൊരു ബേക്കറിയിൽ പണിക്ക് പോകും, മകൾ ട്യൂഷൻ എടുക്കും പഠനത്തിനോടൊപ്പം, ഞാൻ ഈ ജോലിയിൽ പോകും. പല സമയവും നമ്മൾ താമസിക്കുന്ന വീട്ടിൽ രാത്രി 10 മണിയാവും ഹോട്ടൽ സെക്ടറിലെ ജോലി. തിരിച്ചു വരുമ്പോഴേക്കും മക്കൾ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കും. ഒരുമിച്ച് രാവിലെ എഴുന്നേറ്റ് ഒരുമിച്ച് ജീവിതമാണ്. ഇതിനിടയിൽ പലപ്പോഴും വീണു പോകുമ്പോഴും മക്കൾ നോക്കും. അങ്ങനെ 2019 വരെ പോയി. 2019 ഈ നമ്മൾക്കൊരു രോഗം വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ അത് ഏറ്റവും വലിയ രോഗം ഉണ്ടാക്കുന്നതാണ്. അതെ, അതായത് ബിറാറ്റ്സ് ആണ്. അപ്പൊ പിന്നെ അതിനുള്ള റെമഡീസ് മരുന്ന് തുടങ്ങും. എല്ലാവർക്കും സർജറി ചെയ്യണമെന്നില്ലല്ലോ. അപ്പൊ അതിനുള്ള മരുന്ന് കഴിച്ചപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, കിഡ്നിയും ഹാർട്ടും എല്ലാം പ്രശ്നം. അപ്പോഴ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെന്റലി നമ്മൾ പോകുന്നത് സാമ്പത്തികം. അപ്പോഴാണ് പ്രളയമല്ല ഓഖി വന്നത്, പ്രളയം വന്നത്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി മൊത്തം തകർന്നു. സത്യം. 2019 എന്ത് ചെയ്യണമെന്നറിയില്ല. മക്കൾ പഠിക്കണം, ഒരു രക്ഷയില്ല. അപ്പോൾ മനാറുൽ ഹുദ ട്രസ്റ്റിൻ്റെ ഒരു ഓർഫനേജ്, പീസ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് വയനാട്ടിൽ, അതിന് മുമ്പുള്ള പ്രളയത്തിനാണ് ഈ ഒരു ദിവസം ഒരു 10 സാധനവും കൊണ്ടുപോയത്. പിന്നെ 21 ദിവസം കഴിഞ്ഞ് പ്രളയം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കയറിയത്. അറിയാമല്ലോ ആ സംഭവം, ഒപ്പമുണ്ടിട്ട് അതിൻ്റെ കൂടെ. അന്നേരം ഇതെല്ലാം മറക്കുക. അപ്പം ഞാൻ അവിടെ മനസ്സിലാക്കിയത്, നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ വേദനകള്, നമ്മുടെ ബുദ്ധിമുട്ടുകളെ മറക്കാനായിട്ടേ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മതി. അതെ, തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നു. അങ്ങനെ ചെന്ന് പോയപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളല്ലാതായി മാറി. അവൻ പട്ടിണി കിടന്ന് അവൻ 3 ദിവസമായിരിക്കും ഭക്ഷണം കഴിച്ചിട്ട്, പിന്നെ ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കാത്ത എനിക്കൊരു വിഷയമല്ലാതായി മാറി. ഇതൊക്കെ എൻ്റെ ശരീരത്തെ ബാധിച്ചു. മരുന്ന് കൃത്യമായിട്ട് കഴിക്കും. അങ്ങനെ ആ 1 വർഷം നമ്മൾ വല്ലാത്തൊരു സ്റ്റേജിലായി. ഒന്നും ചെയ്യാൻ പറ്റാതെ പോയപ്പോഴാണ് ഈ വയനാട്ടിലെ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നത്. കാട്ടിക്കുളത്തൊരു പച്ചമരുന്നുണ്ട്, അത് ഈ ശരീരത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാട്ടിക്കുളത്തേക്ക് പോന്നു. അർജുൻ എന്ന് പറഞ്ഞിട്ട്, ഇന്നൊരു അർജുനാഡോ എന്ന് പറഞ്ഞിട്ട് അവനൊരു മ്യൂസിക് ഇതൊക്കെയുണ്ട്. അർജുനെ ഇങ്ങനെ ഒരു യാത്രയിൽ പരിചയപ്പെടുന്ന അർജുൻ പറഞ്ഞു, ചേച്ചി മര്യാദക്ക് ഇങ്ങോട്ട് വാ. അർജുൻ ഈ ഇപ്പോഴത്തെ ഇപ്പോൾ എനിക്ക് ഫിറോസ് ഇപ്പൊ കാണുമ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട് സുമി, എപ്പോഴും കാണുമ്പോൾ ചോദിക്കില്ലേ ഇതിന്റെയൊക്കെ ഇടയിൽ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഒരു അധികാരത്തിന്റെ സ്വരമുള്ള കുറെ സഹോദരങ്ങളുണ്ടല്ലോ. മര്യാദക്ക് ഇവിടെ വരണം. അങ്ങനെ അവിടെ പോയി ആ പീസ് വില്ലേജിൽ 1 വർഷക്കാലത്തോളം താമസം. മക്കളെ അന്നിവിടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ആക്കിയിട്ട് പോകുന്നു. ആ 1 വർഷക്കാലം കൊണ്ടാണ് ലൈഫിൽ അടുത്ത ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്. കാട്ടിക്കുളത്തെ മരുന്നും, അത് 75ഓളം അനാഥരാണ് അവിടെ ഉള്ളത്. നാഥനുള്ളവരും ഉണ്ട്. അവരിൽ ഒരാളായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ. സത്യം, കുറച്ചു മുമ്പ് സുമി എന്നോട് ചോദിച്ചില്ലേ, പുള്ളിയുടെ വരവിനെ കാത്തിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയി കണ്ടാൽ അവരിൽ ഒരാളായിട്ടാണെങ്കിൽ പോലും നമുക്ക് ആരെയും തോന്നും. അവിടെ നമുക്ക് ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. അവിടുത്തെ പീസ് വില്ലേജിലെ ആ ഒരു താമസം, അവിടെ വെച്ചിട്ടാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് ഇടങ്ങളിൽ നിന്ന്
ശമ്പളം പോലും മേടിക്കാതെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മളെ കാണാനൊന്നും വലിയ കുഴപ്പമില്ലല്ലോ, അവർക്ക് നമ്മുടെ ഔട്ടർ അറിയാം, അകം എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മളൊരു സിംഗിൾ വുമണാണ്, പ്രിവിലേജ് അവർക്ക് കുറേ അവിടെയൊക്കെ പലയിടത്തും ശമ്പളം മേടിക്കാതെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇനി ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം. അവിടെ നിന്നാണ് ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നതും. ആ പ്രോജക്റ്റ് ബാങ്കിൽ പോകും. അവർ പറഞ്ഞു DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ തിരുവനന്തപുരത്ത്, അവിടെ പോകുന്നു. പ്രവീൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു ബാങ്കിൽ പോയി ചോദിക്കുക. ബാങ്കിൽ പോയപ്പോൾ സിംഗിൾ പാരൻറ്റ്, സ്വന്തമായിട്ട് വീടില്ല, ബാങ്ക് ബാലൻസ് 0, മക്കളെ പഠിപ്പിക്കുന്നതിൻ്റെ ബാധ്യത. ഇതിനിടയിൽ എപ്പോഴും തിരിച്ചു വന്നേക്കാവുന്ന അല്ലെങ്കിൽ പേടിക്കാനിരിക്കുന്ന ഒരു അസുഖത്തിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്ന ഒരു വ്യക്തി. പക്ഷെ ബാങ്ക് ഉണ്ടല്ലോ, SBI, ആർക്കും ലോൺ കൊടുക്കാത്ത ബാങ്കാണ് നമ്മൾ പറയുന്നത്. SBI ഒക്കെ ഭയങ്കര പാടാണ് അവരെ പരിഗണിപ്പിച്ചെടുക്കുന്നത്. ഒരാഴ്ച കൊണ്ട് ലോൺ തരുന്നു, 18 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് കൊടുക്കുന്നു, 12 ലക്ഷം രൂപ ലോൺ തരുന്നു, 6 ലക്ഷം രൂപ സൗഹൃദങ്ങൾ എല്ലാവരും കൂടെ സഹായിക്കുന്നു. തിരുവനന്തപുരം, കേരളത്തിൽ ഇല്ലാത്ത ഒരു പ്രോജക്റ്റ്, ലൈവ് ഐസ്ക്രീം. വിദേശത്ത് നിന്ന് മെഷീനറീസ് ഇറക്കുന്നു, സ്വിറ്റ്സർലൻഡിൽ നിന്ന് റോ മെറ്റീരിയൽസ് ഇറക്കുന്നു. നാളെ ഉദ്ഘാടനത്തിന് കാത്തിരിക്കുന്നു. ഇന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. തീർന്ന്. എന്ത് ചെയ്യും? പ്രശാന്ത് അന്നത്തെ മേയർ വിളിച്ചോണ്ട് നാളെ നടക്കൂല, ലോക്ക്ഡൗൺ ആണ്. ബലൂണി ഊതിക്കൊണ്ടിരിക്കുന്ന ബലൂണിന്റെ കാറ്റ് പോണ ഒരവസ്ഥ ഉണ്ടല്ലോ. അല്ല, സൂരജ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, അവനിങ്ങനെ ബലൂൺ ഊതിക്കൊണ്ടിരിക്കുക കെട്ടാനുള്ള. അതിങ്ങനെ ബലൂണിന്റെ പോയസിനെക്കാട്ടും സ്പീഡിൽ കാറ്റ് പോയി. ഞാൻ ചോദിച്ചു എന്തിനാ നിർത്തുന്നത്, ഊത്. അപ്പോഴും ചിന്ത എന്താണെന്നറിയോ, നിപ്പ വന്നു പോയത് കോഴിക്കോട് മാത്രമല്ലായിരുന്നു, ഒരാഴ്ച കൊണ്ട് പോയില്ലേ. ഇതെങ്കിൽ റാന്നിയിലല്ലേ, അതെ, പെട്ടെന്ന് പോവും. ഇന്നിപ്പോ 4 വർഷമായി പോയിട്ടില്ല. ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ലൈഫിൽ വേറൊരു അടി കിട്ടുന്ന പോലെ. അതുവരെയുള്ള, ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ 2013 മുതൽ 19-20 വരെയുള്ള 7 വർഷക്കാലത്തുള്ള പേഴ്സണൽ ലോണുകളും പല പല ജോലികളും പല പല കുഞ്ഞു കുഞ്ഞു ചിട്ടികളും കാരണം ജീവിതം മുന്നോട്ട് പോയ നമ്മളുടെ ബാധ്യതകൾ ഒരു വശത്ത്, അതിൻ്റെ കൂടെ 18 lakhs ബാധ്യതയും കൂടെ കയറുക. പിറ്റേന്ന് ഒന്നും ആലോചിച്ചില്ല, 3 പേരും കൂടെ ഉദ്ഘാടനം ചെയ്തു. ഞാനും എൻ്റെ മക്കളും ഉദ്ഘാടനം ചെയ്തു, എന്നിട്ട് അടച്ചിട്ടു. ഒരാഴ്ച കഴിഞ്ഞു, വീട്ടിലെ എല്ലാം എടുത്തിട്ടാണ് തുറക്കണത്. അന്ന് ഞങ്ങൾ ചെയ്ത വേറൊരു കാര്യമുണ്ട്. ബോംബെയിൽ നിന്ന് ഇതിന്റെ ഒരാളെ, അയാള് ബോംബെയിൽ വന്നിട്ട് ബോംബെയിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു, മനസ്സിലായി. ആദ്യമേ എല്ലാം പഠിച്ചു. അതൊക്കെ അത് യഥാർത്ഥത്തിൽ പുറത്തൊക്കെ നമ്മൾ ജീവിച്ചു, നമുക്കത് അറിയാം. എല്ലാം നമ്മൾ തന്നെ ആദ്യം പഠിച്ചു. ഇവിടെയുള്ള പണി തന്നാലും അറിയണമല്ലോ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. ഇതിൽ നിന്നുള്ള വൈകിട്ട് മോനോട് പറഞ്ഞ എന്താണെന്നറിയോ, നാളെ ഐസ്ക്രീം വയ്ക്കും, ആദ്യത്തെ കച്ചവടത്തിൽ നിന്ന് നമ്മൾ അൽഫാം ഷവർമയൊക്കെ കഴിക്കും. അവിടെ 2 ആഴ്ചയായി, വീട്ടിൽ പട്ടിണിയായി, കഴിക്കാൻ ആഹാരമൊന്നുമില്ല. എറണാകുളത്തുനിന്ന് ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ, എൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഇവൻ ആ ഫോൺ എടുത്ത്, നീ കഴിച്ചിട്ടാണോ വർത്താനം പറയണത്, എന്തുവാടെ കഴിക്കുന്നതെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി, രാവിലെ ബോർബോൺ, ഉച്ചയ്ക്ക് ഓറിയോ, രാത്രി മിൽക്ക് ഷേക്ക്. കാരണം ഒന്നുമില്ലാതായി. അവൾ പിന്നെ കമ്മ്യൂണിറ്റി കിച്ചണിൽ വിളിച്ചു പറയുന്നു, കോർപ്പറേഷനിൽ വിളിച്ചു പറയുന്നു, കോർപ്പറേഷനിൽ നിന്ന് എല്ലാവരും അറിയുന്നു, വീട്ടിലേക്ക് സാധനങ്ങളുമായിട്ട് പലരും വരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ വീണ്ടും വരുന്ന സാധനങ്ങൾ അന്നാണ് ഒരുപാട് പേര് വന്നു. അത് കഴിഞ്ഞ് അറിയുന്നില്ല, പിന്നെ ആ സാധനങ്ങൾ ഇല്ലാത്തവർക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് അങ്ങനെ അങ്ങ് പോയി. അപ്പോഴേക്കും 108 ആംബുലൻസിൽ നിന്നൊരു കോള് വരുന്നു, മാസ്ക് ഇല്ല. അപ്പോൾ മാസ്കിന് വൈശാഖിൻ്റെ കോള് കേട്ടിട്ട്, മാസ്ക് ചേച്ചി എനിക്കൊന്ന്, അടുത്തല്ലേ പൂജപ്പുര, ഞാൻ പാലക്കാട് നിന്ന് വന്നുകൊണ്ടിരിക്കും, പൂജപ്പുര മാസ്ക് ചോദിക്കാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ സൂപ്രണ്ടിനോട് ചോദിച്ചു, മാസ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. അങ്ങനെ ആ മാസ്കിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നു. ലോക്ക്ഡൗൺ സമയത്ത് തിരുവനന്തപുരത്തുള്ള പല തയ്യൽക്കാരോടും ചോദിച്ചപ്പോൾ അവർ അമിത പൈസ ചോദിച്ചു. പിന്നെ ഫേസ്ബുക്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന്, ഈവൻ UK പോലും ഇരുന്നിട്ട് സ്ത്രീകൾ മാസ്ക് തയ്ച്ചു, പഠിപ്പിക്കുന്ന വിദ്യ പറഞ്ഞു കൊടുത്തു. ഇന്ന് ആ മാസ്ക് തയ്ച്ച 27ഓളം സ്ത്രീകളിൽ 3 പേര് സ്വന്തമായിട്ട് ഗാർമെന്റ് ഷോപ്പ് ഇട്ടേക്കുക. ഞാൻ എൻ്റെ ബ്ലൗസും തയ്ക്കാൻ തുടങ്ങി. ആ തയ്യലിൽ നിന്ന് തുടങ്ങിയത്. അവിടെ 2 മാസം നമ്മൾ ഉണ്ടാക്കി 20,000 രൂപ, 40,000 രൂപ. അവിടെ പിന്നെ ലോക്ക്ഡൗൺ ആവണം.
വീണ്ടും ട്രിപ്പിൾ ലോക്ക്ഡൗൺ, സാധനങ്ങളെല്ലാം കളയുന്നു, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു. നമ്മൾ അറിയുന്നവരെന്നെ മറ്റേ അന്ന് കഴക്കൂട്ടത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടെ ഒരു പറയുന്നു, ഇതൊന്നും മരിക്കാൻ കാരണമല്ല, ഞങ്ങൾ ജീവിക്കും. ലോക്ക്ഡൗണിനാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങിയത്. ഷാലിൻസ് ക്രിയ എന്ന് പറയുന്ന ബ്രാൻഡിൽ തുടങ്ങി. ഇന്ന് ലോക്ക്ഡൗൺ 4ാം വർഷം നിൽക്കുമ്പോൾ ഒരു സോഷ്യൽ ഓൺടർപ്രണറിൽ നിന്ന് 4 വ്യത്യസ്ത ഓൺടർപ്രണർഷിപ്പാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. പഠിപ്പിച്ചത് ലോക്ക്ഡൗൺ. സത്യം പറഞ്ഞ വീഴ്ചയാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്, വീഴ്ചകൾ മാത്രം. എൻ്റെ ഹസ്ബൻഡ് എന്നെ അന്ന് ഇവിടെ നിർത്തിയിട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ഒരാളെപ്പോലും എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാരണത്തിൽ എനിക്ക് പുള്ളിയോട് റെസ്പെക്റ്റ് ഉണ്ട്. ചിലത് നമ്മൾ പറയില്ല, ചില മാറ്റങ്ങൾ ചിലയിടങ്ങളിൽ അനിവാര്യമാണെന്ന് പറയണ പോലെ. അതുകൊണ്ട് ഇന്ന് ഇത്രയും വർഷം കഴിയുമ്പോൾ ഇന്നിപ്പോൾ 70-ൽ പരം സ്ത്രീകൾ എൻ്റെ ആശയങ്ങളുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. 10-20ഓളം ഓട്ടിസ്റ്റിക്കായ മക്കൾ, സിംഗിളായ മക്കൾ, പാരൻസിൻ്റെ മക്കൾ, അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ചുറ്റുപാത്രം എന്ന് പറയുന്ന ഒരു പിക്കിൾ യൂണിറ്റ് ഉണ്ട്. ഗുജറാത്തിലെ വാപ്പിയിൽ നിന്ന് വന്ന ഒരു കോള്, കോയമ്പത്തൂരിൽ നിന്ന് റിജുവിൻ്റെ ഒരു കോള്, ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല, എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ വഴിയില്ല എന്നുള്ള ആ ഒരു കോളിൽ നിന്നാണ് ഷാലിൻസ് വാർഡ്രോബ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് വെളിയിലുള്ള 8ഓളം സംസ്ഥാനങ്ങളിലെ ഖാദി തുണിത്തരങ്ങൾ വിൽക്കുന്ന, സാരീസ് മാത്രം വിൽക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. പിന്നെ ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഇനി അടുത്ത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അത് ലോഞ്ച് ചെയ്യാണ്. കടയുടെ അവിടെ റോഡ് പണിയാണെങ്കിൽ പോലും തുന്നൽക്കാരി എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ്. സോ ഇതിലെല്ലാം വരുന്നത് ഭയങ്കര വലിയ വരുമാനങ്ങളൊന്നും അല്ല കേട്ടോ, മറിച്ച് ഒരാൾക്ക് എങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന മാതൃകകളാണ് വരുന്നത്. ഒരുപാട് പേരുടെ ജീവിതമാണ്. ഇതിനകത്തൊന്നും വലിയ വലിയ പൈസ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ചുറ്റുപാത്രം ഇന്ന് ഞാൻ പറഞ്ഞില്ല 40-ൽ പരം സ്ത്രീകൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാവരും ചോദിച്ചു ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം, തിരുവനന്തപുരത്ത് 5000 പേരുടെ ചുറ്റുപാത്രം തുടങ്ങിക്കൂടെ? ഞാൻ പറഞ്ഞു വേണ്ട, ഇതിങ്ങനെയൊക്കെ തന്നെ പൊക്കോളാം. അതല്ല നമ്മുടെ ലക്ഷ്യം. പറയുന്നുണ്ടാവുമല്ലോ, സനാഥാലയം പോലെ ഒരുപാട് തുറക്കും എല്ലാ ജില്ലകളിലും, പക്ഷെ നമ്മുടെ പ്രസൻസ് ഉള്ളിടമല്ലേ സനാഥാലയം? ഇല്ലേ? നമുക്ക് പോയി എറണാകുളത്ത് തുടങ്ങാം, പക്ഷെ അവിടെ വേറെ ആളുകളെ വെക്കാൻ പറ്റും, നമുക്ക് എന്നും അവിടെ ഓടിയെത്താൻ പറ്റില്ല. അപ്പം അതുപോലെ തുന്നൽക്കാരി എന്ന് പറയുന്നതും ഒരു പുതിയ ചിന്താഗതിയാണ് വരുന്നത്. ഇവിടെ ബുട്ടീക്കുകളുടെ അതിപ്രസരമാണ് ഇവിടെ എല്ലായിടത്തും. പക്ഷേ സാരി ഫോൾ എത്ര പേര് വെച്ച് തരും? വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഓൾട്രേഷൻ ആര് ചെയ്തു തരും? ഒന്നും വേണ്ട, ഒരു പലാസോ വാങ്ങിയിട്ട് വന്ന് 2ാമത്തെ ദിവസം പലാസോയുടെ സ്റ്റിച്ച് വിടും. ആര് തച്ചു തരും? നിങ്ങളുടെ കീറിയ ജീവിതങ്ങളെ പോലെ കീറിയ തുണി എന്തോ അവിടെ കൊണ്ടുപോകാൻ ഞാൻ തച്ചു തരാം. അതാണ് തുന്നൽക്കാരി. നല്ല വേഷാടി, സൂപ്പർ.